നോക്കൂ, ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഈശ്വരാധീനം വന്ന് നിറയാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ അധികം വൈകാതെ തന്നെ മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ മംഗളപരമായിട്ടുള്ള കർമ്മങ്ങൾ സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു കൂടുന്നതാണ്. തൊഴിൽ നേടാത്തവർക്ക് തൊഴിൽ കിട്ടുന്നതാണ്. ബാധ്യതകൾ നിലനിൽക്കുന്നവർക്ക് അത് മാറിക്കിട്ടാനുള്ള അവസരങ്ങൾ വന്നു കൂടുന്നതാണ്. അങ്ങനെ ഈശ്വരീയമായിട്ടുള്ള ഒട്ടേറെ പുണ്യങ്ങൾ നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിന് ഉള്ള പ്രധാന ലക്ഷണങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇത് ചിലപ്പോൾ ചില അപൂർവ ലക്ഷണങ്ങൾ ഇതിലുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടായി വരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. പലപ്പോഴും നിരാശയുടെ വക്കിലൊക്കെ നിൽക്കുന്ന പലരും ഉണ്ട്. ജീവിതത്തിൽ ഇനി ഒരു ഗതി പിടിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ കരുതിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഈശ്വരാധീനം വന്ന് നിറയാമെങ്കിൽ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ലെന്നേ. ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ കണ്ടില്ല എന്ന് വെച്ചോളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പേടിക്കേണ്ട. ഈശ്വരാധീനം വരുത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ജപ പ്രാർത്ഥനകളൊക്കെ നടത്തിയാൽ മതി. അതിനുള്ള ചെറിയ ടിപ്പുകളും കൂടി ഇതിന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുക കേട്ടോ. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പൊ ഈശ്വരാധീനം എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മുടെ അധീനത്തിലായിരിക്കുക, നമ്മളോടൊപ്പം കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈശ്വരൻ കൂടെ ഇല്ലെങ്കിൽ പല വിധത്തിലുള്ള അത്യാഹിതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരും. എന്നാൽ ഭഗവാൻ ഭഗവതിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ പോലും വഴിമാറിപ്പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഏത് ദശയാണ്, ഏത് അപഹാരമാണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ നിങ്ങളോടൊപ്പം ഈശ്വരനുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ശനിയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ അടുത്ത് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റും. ശുക്രനാണ് സന്തോഷിച്ചിരിക്കുന്ന ഒരാളടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് ശുക്രനാണെന്ന് വിചാരിച്ച് നിങ്ങൾ അധികം സന്തോഷിക്കും, നിങ്ങൾക്ക് ഈശ്വരാധീനം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ശനിയെ പോലെ തന്നെ പ്രവർത്തിച്ചേക്കും എന്നും പറഞ്ഞു കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും ദൈവത്തിന്റെ ഒരു കളി തന്നെയാണ് ഉള്ളത്. ഈശ്വരന്റെ സാന്നിധ്യം തന്നെയാണ് നമ്മളെ ബലപ്പെടുത്തി നിർത്തുന്നത്. അത് മനസ്സിലാക്കാമെങ്കിൽ മനുഷ്യ ജീവിതം സാർത്ഥകമാകും. കാരണം ഈശ്വരാധീനം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. പ്രാർത്ഥനകളും ജപവും ക്ഷേത്രത്തിൽ പോകലും എല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഈശ്വര സാന്നിധ്യം നമ്മുടെ വീട്ടിൽ തെളിഞ്ഞു വരുന്ന, അത് ഉയർച്ച കൂടി വരുന്നതിന്റെ ആദ്യത്തെ ലക്ഷണം എന്താണെന്ന് അറിയുമോ? നിലവിളക്ക് തെളിയിക്കുന്നതിൽ മുടക്കം വരാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ ഈശ്വരാധീനം കുറഞ്ഞു വരുമ്പം നമുക്ക് നിലവിളക്ക് തെളിയിക്കാനുള്ള തോന്നൽ ഉണ്ടാകാതിരിക്കുക, പല കാരണങ്ങൾ കൊണ്ട് നിലവിളക്ക് തെളിയിക്കുന്ന മുടങ്ങിപ്പോവുക, അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായി വരും. നമുക്ക് മാനസികമായിട്ട് അത് മൂലമുള്ള വിഷമതകൾ വരും. പക്ഷെ ഒരു വ്യക്തിക്ക് കുറെ കാലം ഇങ്ങനെയൊക്കെ ആയിരുന്നു. നിലവിളക്ക് തെളിയിക്കുന്നതിലേക്ക് ഒരു അച്ചടക്കമില്ല, ചിട്ടയില്ല, പലപ്പോഴും മുടങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആളിന് തുടർച്ചയായിട്ട് പിന്നീട് ഈ അടുത്ത കാലത്തൊക്കെ നിലവിളക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി വൈകിപ്പോയാലും ഓടി വന്ന് അയാൾക്ക് തെളിയിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ നിത്യജപം, നിത്യധ്യാനം, നിത്യനിലവിളക്ക് ഇവയെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയാണ്. അവരിപ്പോ ചില കഷ്ടതകളിലൊക്കെ നിൽപ്പുണ്ട്, പക്ഷെ അതെല്ലാം ഈ ഈശ്വര സാന്നിധ്യം കൊണ്ട് തന്നെ ആ ദോഷങ്ങളെല്ലാം അകന്നകന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ഒരു വീട്ടില് എപ്പോഴും ആ ഐശ്വര്യത്തിന്റെ നിദാനമാണ് അവിടുത്തെ നിലവിളക്ക്. അത് ഭദ്രമായി നിലനിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിലവിളക്ക് തെളിയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഏതൊരു അവസ്ഥയിൽ, ഏതൊരു കഷ്ടപ്പാടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി, ആ ആളിന്റെ ജീവിതത്തിൽ പതിയെ പതിയെ ഉയർച്ചകൾ കടന്നുകൂടും, സംശയം വേണ്ട. രണ്ടാമത്തത്, വീട്ടിനുള്ളിൽ ഒരു പ്രത്യേക തരം തണുപ്പ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് AC വെച്ചിട്ട് വീട്ടിനകത്ത് തണുപ്പ് സൃഷ്ടിക്കുന്ന കാര്യത്തെക്കുറിച്ചേ അല്ല ഇവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം, വീട്ടിനകത്ത് വല്ലാത്ത ഉഷ്ണം, ഒരു വീർപ്പ് മുട്ടലൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ വീട്ടിനകത്തേക്ക് വന്ന് കയറുമ്പോൾ വീട്ടിനകത്തൊരു ശാന്തത കാണുന്നു, ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നു, ഇരിക്കുമ്പോഴൊക്കെ ഒരു ആശ്വാസം വരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ, ഇവിടെ ചന്ദ്രപ്രഭാകിരണങ്ങൾ പോലെ ഈശ്വര സാന്നിധ്യം നിൽക്കുകയാണ്. ആ കുളിർമ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകയാണ്. ദേവിയുടെ ഒരു മൃദുസ്പർശം നമുക്ക് ഇവിടെ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. വിഷ്ണു സാന്നിധ്യം, ഇതൊക്കെ ഇതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ വീട്ടിനകത്തുണ്ടാകുന്ന നേരിയൊരു തണുപ്പ്, ആ അന്തരീക്ഷം നന്നായിട്ട് തണുത്ത് കാണപ്പെടുന്നത് ഈശ്വര സാന്നിധ്യത്തിന്റെ ഗുണമായിട്ട് പറയാം.
മൂന്നാമത്തത് രാത്രിയിൽ സുഗന്ധം അനുഭവപ്പെടുക എന്നുള്ളതാണ്. അതായത് നമ്മളെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്കറിയാം വീട്ടിലെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും തരത്തിലെ ദുർഗന്ധം, പ്രത്യേകിച്ച് ഒരു പുളിച്ച മണം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നാൽ അത് ഈശ്വരാധീനം കുറയ്ക്കുന്നതും ചില ദുർദേവതാവാസങ്ങൾ കാണിക്കുന്നതിൻ്റെ ലക്ഷണമാണെന്ന് പലപ്പോഴും നമ്മളടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ പലവട്ടം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ മുല്ലപ്പൂവിൻ്റെയോ അതുപോലെ പരിമളകരമായിട്ടുള്ള ഏതെങ്കിലും ഗന്ധം നമുക്കിങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ ഈ ഈശ്വര സാന്നിധ്യം നമ്മുടെ ഈ വീട്ടിൽ കൂടി വരികയാണ്, നമുക്ക് കൂടുതലായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ വന്നു ചേരുന്നതിന്റെ ലക്ഷണമാണ്. പ്രത്യേകിച്ച് ഒരു മുല്ലപ്പൂവിന്റെ, താഴമ്പൂവിന്റെ, താമരപ്പൂവിന്റെ ഒക്കെ ഒരു ഗന്ധമായിരിക്കും അനുഭവപ്പെടുക. ആരെങ്കിലും ഒരു പെർഫ്യൂം എടുത്ത് അവിടെ എങ്ങനെ തേച്ച് വെച്ചതിന്റെ ഗന്ധം ആകരുത്. ഞാൻ പറയാം, തനിയെ നാച്ചുറലായിട്ട് വരുന്നൊരു ഗന്ധം നിങ്ങളുടെ വീട്ടിന് അകത്ത് അനുഭവപ്പെട്ടു തുടങ്ങുന്നു. പ്രത്യേകിച്ച് രാത്രിയിൽ അത് ഈശ്വര സാന്നിധ്യം നമുക്ക് വന്നു ചേരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. നാലാമത്തെ കാര്യം, ക്ഷേത്രപ്രസാദം നമ്മെ തേടിയെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു ക്ഷേത്രത്തിലെ പ്രസാദത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഇപ്പൊ മൂകാംബികയിലെ, ഗുരുവായൂരിലെ, അമ്പലപ്പുഴ പാൽപ്പായസം, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രസാദങ്ങളുണ്ടല്ലോ. അത് കൊട്ടാരക്കര ഗണപതിയുടെ, ശബരിമല എന്നുള്ള അരവണ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ പ്രസാദം ആരെങ്കിലും കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ തരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ക്ഷേത്രത്തിലെ പ്രസാദം നിങ്ങൾക്ക് കൊണ്ടുതരികയാണ്. അത് ഭക്ഷണമായിട്ടുള്ള നിവേദ്യമായിട്ടുള്ള കാര്യം ആണെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ കുറുക്കൂട്ടാവാം, ചിലപ്പം ഭസ്മായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഒരു പ്രസാദം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ദേവതയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ കൂടുതലായിട്ട് വരികയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രാരബ്ധങ്ങളെല്ലാം മാറിക്കിട്ടാനുള്ള വഴികൾ ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ഭഗവതി നിങ്ങൾക്ക് നൽകുന്നതാണ്. അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമായിരിക്കും യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് റെക്കമെൻഡേഷനായിട്ട്, നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് അറിയിപ്പുണ്ടാവുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടി പ്രയോജനപ്പെടുത്തുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കലഹങ്ങൾ കുറഞ്ഞു വരിക എന്നുള്ളതാണ്. ഒരു വീട്ടിൻ്റെ അകത്ത് സ്വസ്ഥതയെ കുറയ്ക്കുന്ന പ്രധാന കാര്യമാണല്ലോ വീട്ടിൽ ഉള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു മാനസികമായ പൊരുത്തമില്ലായ്മ, പരസ്പരം ചേരി തിരിഞ്ഞിട്ടുള്ള വാക്പോര്, ഇതൊക്കെ എപ്പോഴും ഒരു കുടുംബാന്തരീക്ഷത്തെ ശിഥിലമാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് വീട്ടിനകത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നില്ല. പരസ്പരം ധാരണകളൊക്കെ കൂടി വരുന്നുണ്ട്. ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ആർക്കും അഹങ്കാരബോധം ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഭഗവതിയുടെ, ശ്രീദേവിയുടെ ആ കാരുണ്യം കൂടുതൽ വരുന്നുണ്ട്. അമ്മയുടെ ഐശ്വര്യലക്ഷ്മിയുടെ കടാക്ഷം നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അമ്മയുടെ ആ അധിവാസം ആ വീട്ടിൽ നന്നായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള മംഗളങ്ങളെ സമ്മാനിക്കുന്നതാണ്. ആറാമത്തെ കാര്യം ഒരു പ്രത്യക്ഷ ലക്ഷണമാണ് കേട്ടോ. അതായത് പൂച്ച അതിൻ്റെ കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരിക. ഈ പൂച്ചകളെ നമുക്കറിയാമല്ലോ, അത് പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പല വീടുകളിൽ ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. പണ്ട് അമ്മമാരൊക്കെ പറയും 7 വീടുകളിൽ ഇതിങ്ങനെ ചുറ്റി അടക്കുമെന്ന്. എന്തായാലും ശരി, വീട്ടിൽ ഒരു പൂച്ച അതിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടോ ഒരു കുഞ്ഞുമായിട്ടോ കയറി വരുന്ന, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കയറി കിടക്കുന്നതൊക്കെ ഐശ്വര്യത്തിൻ്റെ ഒരു വരവായിട്ടാണ് പഴമക്കാർ പറയുന്നത്. വളരെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ്. ഈശ്വര കടാക്ഷം നമ്മുടെ മേൽ കുറേ പരീക്ഷണങ്ങൾക്ക് ശേഷം നിങ്ങളെ ഈശ്വരൻ കൈപിടിക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പ്രശ്നങ്ങൾ കാണുമ്പം പറയാറില്ലേ, ഞാൻ ഈശ്വരനെ കൈവിട്ടു എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. എന്നാൽ ചില പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ട്. അത് കഴിയുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടായി വരുന്നതാണ്. അതിൻ്റെ ഒരു ലക്ഷണമാണിത്. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിന് മുകളിൽ ഉപ്പൻ വന്നിരിക്കുക എന്നുള്ളതാണ്. ഈ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പക്ഷിയാണ്. അത് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ വന്നിരിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഭരദേവതകളുടെ സാന്നിധ്യം, കുടുംബദേവതയുടെ സാന്നിധ്യമാണ് പറയുന്നത്. നമ്മുടെ തറവാട്ടമ്പലത്തിൽ നിന്നോ നമ്മുടെ ദേശദേവതയുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടായി വരുന്നു. നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവുകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ആ ദേവതാസ്ഥാനത്ത് നിന്ന് ആ ചൈതന്യം ഒഴുകിയെത്തുന്നതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ അധികം വൈകാതെ തന്നെ പരിഹരിച്ച് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്.
എട്ടാമത്തെ കാര്യം അധികം പേരും നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. അതായത് വീട്ടിന് മുന്നിൽ വെളുത്ത മണൽ വന്നു ചേരുക എന്നുള്ളതാണ്. ഇപ്പം ടൈലൊക്കെ പതിച്ച വീടുകളാണ്, തറയോടിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ ചിലപ്പോൾ ഈ ലക്ഷണം കുറവായിരിക്കും, എങ്കിലും നമ്മുടെ ഗേറ്റിന്റെ പരിസരത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു മഴ കഴിഞ്ഞിട്ടോ അല്ലാതെ ചെറിയ ചാറ്റൽ മഴയൊക്കെ കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് കുറച്ച് വെളുത്ത മണല് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് അടിഞ്ഞു കിടക്കുന്ന പഞ്ചാര മണൽ എന്ന് പറയില്ലേ, അങ്ങനത്തെ മണലിൻ്റെ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ നമ്മുടെ പരിസരങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു, ഈശ്വര ചൈതന്യം കൊണ്ട് തന്നെ അവിടെയെല്ലാം ശുദ്ധമാക്കപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു സൂചനയാണ്. ഇത് നമ്മുടെ വീട്ടിലേക്ക് മംഗളങ്ങൾ കടന്നു വരുന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമായിട്ട് പഴമക്കാർ കരുതിയിരുന്നതാണ്. ഇത്തരം ഒരു ദൃശ്യം കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് മാറിക്കിട്ടുന്നതാണ് കേട്ടോ. ഒമ്പതാമത്തെ കാര്യം, അത് ഒരാൾ ദൂതനായിട്ട് വന്ന് പറയുന്ന കാര്യമാണ് കേട്ടോ. ഒരാൾ നമ്മുടെ വീട്ടിലെ ഒരു അതിഥിയായിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താൻ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കാര്യം, അതൊരു രോഗത്തിൽ നിന്നാകാം, ചിലപ്പോൾ വാഹനാപകടത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, അവർ അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു സൂചന നൽകുകയാണ്. നമ്മളെ ഒരു അപകടം ബാധിക്കാനിരിക്കുന്നു, ആ അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ഈശ്വരൻ്റെ കരങ്ങളുണ്ടാവുക. അതായത് നമ്മുടെ വീട്ടിൽ ഈശ്വര സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട്, നമ്മളെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് കരകയറ്റും എന്നുള്ളതിൻ്റെ ഒരു ദൂതുമായിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഈശ്വര വിലാസത്തിൻ്റെ ഒരു ലക്ഷണമാണിത്. പത്താമത്തെ കാര്യം, വീടിൻ്റെ പരിസരങ്ങളിൽ നെൽക്കതിര് മുളയ്ക്കുക എന്നുള്ളതാണ്. വീടിൻ്റെ പരിസരങ്ങളിൽ തുളസി മുളച്ചാൽ ഐശ്വര്യം കിട്ടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ പഴമക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, വീട്ടിന് മുന്നിൽ നെൽക്കതിര് വിളഞ്ഞു നിന്നാൽ അല്ലെങ്കിൽ അത് മുളച്ച് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ലക്ഷ്മി വാസം കൂടുതലായിട്ട് വരും. അതിൻ്റെ ശുഭ സൂചനയാണ് ഈ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷ്മി വാസത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണമായിട്ടാണ് ഇവിടെ പറയുന്നത്. അത് അങ്ങനെയുള്ള വീടുകളിൽ ഒരിക്കലും സന്ധ്യാദീപ കാഴ്ചകൾ മുടക്കരുത്. കാര്യം അത് മുടക്കി കഴിഞ്ഞാൽ ഈ ലക്ഷ്മി വാസം പെട്ടെന്ന് കുറഞ്ഞു, വീട്ടിനകത്ത് വഴക്കുണ്ടാകാതിരിക്കാൻ നോക്കണം. മന്ത്രോച്ചാരണങ്ങൾ കൂടുതലായിട്ട് വീട്ടിൽ നിന്നുണ്ടാകണം എന്നൊക്കെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ആ ചൈതന്യത്തിൻ്റെ കുറവും സംഭവിക്കും. എന്തായാലും ഇത്തരം ലക്ഷണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കരുതിക്കോളൂ, നമ്മുടെ വീട്ടിൽ ഈശ്വര കടാക്ഷം കൂടുതലായിട്ട് വരുന്നുണ്ട്. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഇത് ദൂരീകരിക്കാനുള്ള സൂചനയാണിത്. അപ്പോൾ ഈ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളിൽ 10 ലക്ഷണങ്ങളിൽ ചിലപ്പോൾ 1-2 ലക്ഷണങ്ങളെ നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. ഇതിൽ 1-2 കാര്യങ്ങൾ കണ്ടാൽ മാത്രം മതി നമുക്ക് ഈശ്വരാധീനം ഉണ്ടെന്നൊക്കെ ഉറപ്പിക്കാൻ. എന്നാൽ 4-5 കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഈശ്വര വിലാസം നന്നായിട്ട് ശക്തമായിട്ടുള്ള നിലയിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ഇത് കേട്ട് കഴിയുമ്പോൾ ചിലർക്ക് തോന്നും, എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് ഒട്ടും ഈശ്വര കടാക്ഷം ഇല്ലേ എന്ന് ചോദിക്കും. കാര്യം ഇത് പ്രധാന ലക്ഷണങ്ങളാണെങ്കിൽ ഇനി ഉപരിലക്ഷണങ്ങളായിട്ട് വേറെ ഉണ്ട് ഈശ്വര കടാക്ഷം നമുക്ക് വന്നു ചേരുന്നത്. ചിലപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ തെളിഞ്ഞിട്ടുണ്ടാവും. അത് മുന്നേ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ശരി, നിങ്ങളുടെ വീട്ടിൽ ഈശ്വരീയ കടാക്ഷം കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയും ഇത്തരം ലക്ഷണങ്ങളിൽ ഒന്നും തന്നെ വരാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ച ദിവസം നെയ് വിളക്ക് തെളിയിച്ചിട്ട് ഓം ഹ്രീം മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം തുടർച്ചയായിട്ട് ജപിക്കണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് അങ്ങനെ 13 വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഇത് ജപിക്കണം. പതിയെ പതിയെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഈശ്വര കടാക്ഷം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. രണ്ടാമത്തെ കാര്യം, വീട് നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള വസ്തുക്കൾ വീട്ടിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം. പ്രത്യേകിച്ച് ഈശ്വര വിശ്വാസത്തിന് വിപരീതമായിട്ടുള്ള ചില വസ്തുക്കൾ, ചിലപ്പോൾ എവിടെന്നെങ്കിലും ആരെങ്കിലും തന്നിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില രൂപങ്ങളോ മറ്റൊക്കെ കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈശ്വര കടാക്ഷം വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു ആചാര്യൻ്റെ നിർദ്ദേശത്തോടു കൂടി എടുത്ത് മാറ്റുന്നത് നന്നായിരിക്കും, എങ്കിൽ ഈശ്വര കടാക്ഷം വരും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ ചൊവ്വാഴ്ച ദിവസം നമ്മൾ രാവിലെ സമയത്ത് മഞ്ഞളും ഒരല്പം ചാണകവും കൂടി കലക്കി വീട്ടിൻ്റെ പരിസരങ്ങളിൽ കുടയുന്നത് ഈശ്വരവിലാസം കൂടി വരാൻ കൂടുതൽ കാരണമാണ്. ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് നന്നായിട്ട് വൈകുന്നേര സമയത്ത് പ്രാർത്ഥിച്ച് ദീപാരാധന തൊഴുന്നതും ഈശ്വരവിലാസം കൂടി വരുന്നതിന് വളരെ ഗുണകരമാണ്. പിന്നെ എന്നും വീട്ടിൽ ശിവമന്ത്രം, ശിവപഞ്ചാക്ഷരം ജപിക്കുന്നതോ നമ ശിവായ ജപിക്കുന്നത് ഏറെ ഗുണകരമാണ്, വളരെ പുണ്യം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നതാണ്. പക്ഷേ ചിലർക്ക് ഇതെല്ലാം ചെയ്തിട്ടും ഈശ്വരവിലാസം കൂടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകൾ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ബാധിച്ചിട്ടുണ്ടോ, ചില ആഭിചാരകർമ്മങ്ങൾ, ചില ദുഷ്കർമ്മങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ ഒരു ജ്യോതിഷനെ കണ്ടിട്ട് ഒരു രാശി പ്രശ്നം വെച്ച് നോക്കിയിട്ട് അത് അങ്ങനെ എന്തെങ്കിലും നിലനിൽക്കുന്നത് കൊണ്ടാണ്
വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാസ്തുപരമായിട്ടുള്ള ചില ദോഷങ്ങൾ നമുക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നാഗപരമായിട്ടുള്ള ദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ദശാസംബന്ധിയായിട്ടുള്ള ദശാസന്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലൊക്കെ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈശ്വരോല്ലാസം പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വന്നേക്കാം. അതൊക്കെ ഒരു ജ്യോതിഷന് പെട്ടെന്ന് തന്നെ കണ്ടെത്താനും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കടന്നു വന്നേക്കാവുന്ന ഗുണങ്ങളെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.